നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അധികാരമേറ്റതിനു ശേഷം ഏറെ ശ്രദ്ധ നേടിയത് കേരളത്തിൽ എയിംസ് വരുന്നതിനെ ചൊല്ലിയുള്ള ചർച്ചകളാണ്. എയിംസ് കേരളത്തിൽ സ്ഥാപിക്കാനേ കഠിന ശ്രമം നടത്തുമെന്ന് പറഞ്ഞ സുരേഷ് ഗോപി പക്ഷെ കിനാലൂരിനെ പാടി തള്ളിയിരുന്നു. ഇതുവരെ കേന്ദ്രം കനിയാത്ത എയിംസിനായി പ്രാദേശികമായ പിടിവലിയായിരുന്നു കഴിഞ്ഞ ദിവസം നിയമസഭയിൽ. പൊതു താൽപര്യമുള്ള വിഷയത്തിൽ അംഗങ്ങളുടെ പ്രമേയങ്ങൾ ചർച്ചയ്ക്കെടുക്കവേ സനീഷ് കുമാർ ജോസഫ് എയിംസ് തൃശൂരിലെ കൊരട്ടിയിൽ വേണമെന്ന് ആവശ്യപ്പെട്ടു. ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന പ്രദേശത്തല്ലേ വേണ്ടതെന്ന് എന്നെ നെല്ലിക്കുന്ന് കാസർഗോഡിനെ പറയാതെ പറഞ്ഞു. വയനാട് വേണമെന്ന് ടി സിദ്ദിഖും. കോഴിക്കോട്ടെ കിനാലൂർ എന്നതിൽ മാറ്റം പാടില്ലെന്ന് സച്ചിൻ ദേവും. പ്രാദേശികമായി തല്ലുകൂടേണ്ട കാര്യമില്ല, എവിടെയായാലും കിട്ടിയാൽ മതിയെന്ന് TV ഇബ്രാഹിമും പറഞ്ഞു. അംഗങ്ങൾ തയ്യാറാക്കുന്ന ബില്ലുകൾ ചർച്ച ചെയ്യുന്നത് പോലെ അവരുടെ കൊണ്ടുവരുന്ന പ്രമേയങ്ങളും ചർച്ചയ്ക്കെടുക്കാൻ അവസരമൊരുക്കുകയായിരുന്നു സഭ. എയിംസ് ആവശ്യപ്പെടാൻ സനീഷ് കുമാർ അവലംബിക്കുന്നത് കൊരട്ടിയിലെ സൗകര്യങ്ങളാണ്. കേരളത്തിന്റെ മധ്യഭാഗം എന്നതാണ് പ്രധാന ആകർഷണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടേതായി 250 ഏക്കർ ഭൂമി ലഭ്യം. റോഡ്, കുടിവെള്ളം, വൈദ്യുതി സൗകര്യങ്ങൾ മികച്ചത്. പോരെങ്കിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിനടുത്തും. കാസർഗോഡിനെ ലക്ഷ്യമിട്ട് എന്നെ നെല്ലിക്കുന്ന് നീങ്ങിയപ്പോഴും കേരളത്തിന്റെ മധ്യഭാഗമെന്ന വാദത്തിൽ സനീഷ് ഉറച്ചുനിന്നു. ചുരം കയറിപ്പോകുന്ന വയനാട്ടിൽ എയിംസോ ശ്രീചിത്രയുടെ സെന്ററോ അനിവാര്യമെന്ന നിലപാടിലായിരുന്നു ടി സിദ്ദിഖ്. കൊരട്ടിയെങ്കിൽ കൊരട്ടി, കിനാലൂരെങ്കിൽ അങ്ങനെ. കൊണ്ടോട്ടിയിലോ മറ്റു സ്ഥലമോ നിർദ്ദേശിക്കുന്നില്ല. എങ്ങനെയെങ്കിലും എയിംസ് ഒന്ന് വന്നാൽ മതിയെന്ന ചിന്താഗതിക്കാരനാണ് TV ഇബ്രാഹിം. സംസ്ഥാന സർക്കാരാകട്ടെ ബാലുശ്ശേരിയിലെ കിനാലൂർ നിശ്ചയിച്ച കേന്ദ്രത്തെ അറിയിച്ചതാണ്. പുതിയ അവകാശവാദങ്ങൾ വരുമ്പോൾ സച്ചിൻ ദേവിന് അടങ്ങിയിരിക്കാനായില്ല. നിശ്ചയിച്ച കേന്ദ്രത്തെ അറിയിച്ച് കിനാലൂരിൽ തന്നെ ആകണമെന്ന് സച്ചിൻ ദേവ് വാദിച്ചു. കിനാലൂർ എന്ന സർക്കാർ നിലപാടിൽ മാറ്റമേ ഇല്ല എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അടിവരയിട്ടതോടെ പ്രമേയത്തിന്റെ കാര്യത്തിൽ തീരുമാനമായി. കിനാലൂർ കേന്ദ്ര ആരോഗ്യ വകുപ്പിന് തൃപ്തിയെന്നും അത് ധനവകുപ്പിന് കൈമാറിയെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ജില്ലയിലെ കിനാലൂരിൽ എയിംസ് സ്ഥാപിക്കുന്നതിനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചതെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞത്. കിനാലൂരിൽ KCDCയുടെ കൈവശമുള്ള 151 ഏക്കർ ഭൂമി ആരോഗ്യ വകുപ്പിന് കൈമാറാൻ സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിന്റെ നടപടികൾ പൂർത്തിയായി വരികയാണ്. ആവശ്യമായ ബാക്കി സ്ഥലം ഏറ്റെടുക്കും. 2014 കേരളത്തിന് എയിംസ് അനുവദിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. എന്നാൽ ഇതുവരെയും അനുമതി നൽകിയിട്ടില്ല. കേന്ദ്രം ആരോഗ്യമന്ത്രി കേരളം സന്ദർശിച്ചപ്പോൾ മുഖ്യമന്ത്രിയും താനും അദ്ദേഹവുമായി ഇക്കാര്യത്തിൽ ചർച്ച നടത്തിയിരുന്നു. ഇനിയൊരു എയിംസ് തുടങ്ങിയാൽ അത് കേരളത്തിലാകുമെന്ന് പറഞ്ഞെങ്കിലും തീരുമാനമുണ്ടാകുന്നില്ല. ഇതിന് രാഷ്ട്രീയ തീരുമാനം കൂടി വേണമെന്ന് തോന്നുന്നതായി മന്ത്രി പറഞ്ഞു. കേരളത്തിന് അനുവദിച്ച എയിംസ് കൊരട്ടിയിൽ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് സനീഷ് കുമാർ ജോസഫ് അവതരിപ്പിച്ച അനൌദ്യോഗിക പ്രമേയത്തിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. എയിംസിന് ആവശ്യമായ റോഡ് സൗകര്യത്തിനുള്ള 200 ഏക്കർ സർക്കാർ ഭൂമി കൊരട്ടിയിൽ ലഭ്യമാണെന്ന് സനീഷ് കുമാർ ചൂണ്ടിക്കാട്ടി. എന്നാൽ കിനാലൂർ സംബന്ധിച്ച് തീരുമാനമാകുകയും കേന്ദ്ര സർക്കാരിനെ അറിയിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഇനിയൊരു മാറ്റത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ല എന്ന് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. അതിനിടെ കാസർഗോഡ് എയിംസിനായി നടക്കുന്ന സമരങ്ങൾ എന്നെ നെല്ലിക്കുന്ന് എടുത്തിട്ടു. കേന്ദ്രത്തിൽ തുടർ നടപടി നടക്കുന്നതുകൊണ്ട് പ്രമേയം അംഗീകരിക്കാനാവില്ലെന്ന് മന്ത്രി നിലപാടെടുത്തതോടെ സനീഷ് കുമാർ പ്രമേയം പിൻവലിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.